കണ്ടോ എൻ്റെ പച്ചമുളക് ചെടി കണ്ടോ, എന്ത് ആരോഗ്യത്തോടാണ് നിൽക്കുന്നതെന്ന്. ഇഷ്ടംപോലെ പച്ചമുളക് ഉണ്ടായിട്ടുണ്ട് കണ്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി കുമ്മായപ്പൊടിയൊക്കെ ചവിട്ടി ഇട്ട് കൊടുത്താൽ, തണ്ടേ മുട്ടാതെ ഇട്ട് കൊടുത്താൽ നല്ലതാണ്. മുരടിപ്പൊക്കെ കുറഞ്ഞിരിക്കും. പിന്നെ സുഡോമോണസ് അത് ഏറ്റവും നല്ലതാണ് നമ്മുടെ കൃഷിക്ക്. അതെല്ലാവരും വാങ്ങിക്കാൻ ശ്രമിക്കുക. ഞാനും പൈസ ഉള്ള സമയത്തൊക്കെ അത് വാങ്ങിച്ച് കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാം. എൻ്റെ ഇപ്പം തീർന്നിരിക്കുക, ഇനിയിപ്പം വാങ്ങിക്കണം. അന്നേരം അത് നല്ലതാണ്, മുളക് കൃഷിക്കൊക്കെ നല്ലൊരു ലായനിയാണ്. മുരടിപ്പൊക്കെ കുറഞ്ഞിരിക്കും. നല്ല രീതിയിൽ ചെടി വളരുകയും ചെയ്യും, കായ്ക്കുകയും ചെയ്യും. കീടബാധയ്ക്കും കുറവ് വരും. അങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ ചെടി വളരുകയും ചെയ്യും. നല്ല തഴച്ചു വളരും. ഏറ്റവും നല്ല സുഡോമോണസ് എന്ന് പറഞ്ഞ സംഭവം. പിന്നെ കുമ്മായപ്പൊടി ഇച്ചിരി ചോട്ടിയിട്ട് കൊടുക്കുക, ചാരം ഇട്ട് കൊടുക്കുക. ചാരമൊക്കെ മുളകിന് ഏറ്റവും നല്ലത്. പിന്നെ ചാണകപ്പൊടി, ജൈവവളം. ഞാൻ ജൈവ രീതിയിലാണ് കൃഷിയെല്ലാം ചെയ്യുന്നത്. ഏറ്റവും നല്ല ജൈവ രീതി കൃഷി ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. എല്ലാവരും ജൈവ രീതിയിൽ തന്നെ കൃഷി ചെയ്യുക. ഏറ്റവും നല്ല ഒരു കാര്യമാണ് ജൈവ രീതി കൃഷി ചെയ്യുന്നത്. ഇതാണ്ട് എൻ്റെ പച്ചമുളകെല്ലാം നല്ലതായിട്ടാണ് നിൽക്കുന്നത്. നിറച്ച് മുളകും പിടിച്ചിട്ടുണ്ട്. മുളകൊന്നും വിളഞ്ഞിട്ടില്ല. വേണേ പറിച്ച് കൂട്ടാനകത്ത് ഇടാം. എന്നാലും ഇച്ചിരി കൂടെ വിളയട്ടെന്ന് ഓർത്ത് ഞാൻ നിർത്തിയിരിക്കുക. ഇതിൻ്റെ ചോട്ടിൽ തന്നെ കണ്ടോ മുളക് തൈകൾ നിൽക്കുന്നത് കണ്ടോ. കണ്ടോ, ഇതെല്ലാം ആരോഗ്യത്തോടാണ് നിൽക്കുന്നത്. ഇതൊക്കെ പിന്നെ ഇവിടെ തന്നെ മണ്ണിൽ തന്നെ നിന്ന് വളരട്ടെ നിർത്തിയിരിക്കുക. പറിച്ച് നടാതെ അതിൻ്റെ ചുവട്ടിൽ തന്നെ ആരോഗ്യമായിട്ട് വളരട്ടെ നിർത്തിയിരിക്കുക. പിന്നെ ഇതിൻ്റെ ചുവട്ടിൽ ഒരു ചീര തനിയെ കിളുത്ത് വന്നിട്ടുണ്ട്. അത് വല്ലപ്പോഴുമൊക്കെ ഒരു ചീര ഓടിക്കാം. പിന്നെ അതിൻ്റെ ചുവട്ടിൽ തന്നെ വേറെ ഒരു പച്ചയും ചുമപ്പും കൂടെ ചേർന്ന ഒരു ചീര, അത് അവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. എന്നിട്ട് ഇതുകൊണ്ട് നല്ല നല്ല കൃഷി വീഡിയോസൊക്കെ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.